ഈ കേസിന് ഇനിയൊരു ഇൻട്രോയുടെയോ മുഖവരുടെയോ ആവശ്യമില്ല. ഇൻസ്റ്റഗ്രാം ആകട്ടെ, യൂട്യൂബ് ആകട്ടെ, ഫേസ്ബുക്ക് ആകട്ടെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും ഈ ഒരു കേസിനെ കുറിച്ചുള്ള ചർച്ചകൾ മാത്രമാണ് നമ്മൾ കാണുന്നത്. അതെ, ഭർത്താവിനെ സ്വന്തം വീടിന്റെ ബാത്റൂമിന്റെ തറയ്ക്കടിയിൽ കുഴിച്ചിട്ട നിലയിൽ ഏതാണ്ട് 45 ദിവസങ്ങൾക്ക് ശേഷം കണ്ടെത്തിയ അതേ കേസാണ്. പക്ഷേ കേസിന്റെ ഏറ്റവും വലിയ മിസ്റ്ററി അല്ലെങ്കിൽ നിഗൂഢത എന്ന് പറയുന്നത് ആ ഭർത്താവിനെ കൊന്നത് ആരാണ് എന്നതല്ല. കാരണം ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ന് എല്ലാവർക്കും അറിയാം. യഥാർത്ഥ ചോദ്യം എന്തെന്നാൽ, ആ ബാത്റൂം പൂർണ്ണമായും അടച്ചുപൂട്ടിയിരുന്നിട്ടും അതിനു മുകളിൽ പുതിയ പ്ലാസ്റ്ററിംഗ് നടത്തിയിരുന്നിട്ടും ആർക്കും ഒരു തരത്തിലുള്ള സംശയവും തോന്നാതിരുന്നിട്ടും പോലീസ് കൃത്യമായി ആ ബാത്റൂമിന്റെ തറയിലേക്ക് തന്നെ എങ്ങനെ എത്തിച്ചേർന്നു? ആരെങ്കിലും പോലീസിന് രഹസ്യ വിവരം നൽകിയിരുന്നോ? അതോ കൊലയാളിക്ക് എന്തെങ്കിലും അബദ്ധം പറ്റി അത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടതാണോ? അതോ ഒരു ചെറിയ അശ്രദ്ധയാണോ ഈ വലിയ പ്ലാനിനെ മുഴുവനും തകിടം മറിച്ചത്? കൃത്യമായി പറഞ്ഞാൽ ഈ രഹസ്യം ഇന്നും ഭൂരിഭാഗം ആളുകൾക്കും അറിയില്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഓരോന്നായി അറിയാൻ പോകുന്നത് പെർഫെക്റ്റ് എന്ന് തോന്നിച്ച ഈ കേസ് പോലീസ് എങ്ങനെയാണ് തെളിയിച്ചത് എന്നും ബാത്റൂമിനടിയിൽ ഒളിക്കപ്പെട്ട ആ സത്യം എങ്ങനെയാണ് രാജ്യത്തിന് മുന്നിൽ പുറത്തു വന്നതുമെന്നുമാണ്. താജ് നഗരിയായ ആഗ്രയിലെ സിക്കന്ദ്ര എന്നൊരു ചെറിയ പ്രദേശമുണ്ട്. ഈ സിക്കന്ദ്രയിലെ രേണുകധാം കോളനിയിലെ അവധ്പുരിയിലുള്ള ഒരു വീട്ടിലായിരുന്നു ശർമ്മ ഫാമിലി താമസിച്ചിരുന്നത്. ലോകത്തിന് മുന്നിൽ അവൾ വളരെ സാധാരണക്കാരായ ഒരു മിഡിൽ ക്ലാസ് കുടുംബമായിരുന്നു. 44 വയസ്സുകാരനായ സുരേന്ദ്രകുമാർ ശർമ്മയായിരുന്നു ഈ കുടുംബത്തിലെ പ്രധാനി. സുരേന്ദ്രന്റെ കുടുംബം യഥാർത്ഥത്തിൽ ആഗ്രയിലുള്ളതല്ല, രാജസ്ഥാനിലെ ഭരത്പൂർ രഞ്ജിത് നഗറിലുള്ളതാണ്. അദ്ദേഹത്തിന്റെ പിതാവ് രാധേശ്യാം ശർമ്മ ഒരു ഇന്റർ കോളേജ് ലെക്ചറർ ആയിരുന്നു. 24 വർഷങ്ങൾക്ക് മുൻപ് വിരമിച്ച ശേഷം അദ്ദേഹം കുടുംബത്തോടൊപ്പം ഭരത്പൂർ വിട്ട് ആഗ്രയിലേക്ക് താമസം മാറുകയായിരുന്നു. ഏതാണ്ട് 14 വർഷങ്ങൾക്ക് മുൻപ് പിതാവും മരണപ്പെട്ടുവെങ്കിലും സുരേന്ദ്രന്റെ കുടുംബം ഇവിടെ തന്നെ തുടർന്നു. ഏകദേശം 16 വർഷങ്ങൾക്ക് മുൻപാണ് സുരേന്ദ്ര ശർമ്മയും റൂബി ശർമ്മയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞത്. കാലക്രമേണ അവർക്ക് 2 പെൺകുട്ടികളുണ്ടായി. മൂത്ത മകൾ പ്രാചി, അവൾക്ക് 15 വയസ്സ്. ഇളയ മകൾ സിദ്ധി, അവൾക്ക് 9 വയസ്സ്. ഇവരെ കൂടാതെ സുരേന്ദ്രന്റെ പ്രായമായ അമ്മ കമലാദേവി ഇവർക്കൊപ്പമാണ് താമസിച്ചിരുന്നത്. ആഗ്രയിലെ തന്നെ ഒരു പ്രദേശത്ത് ഓട്ടോ ഡ്രൈവറായി ജോലി ചെയ്യുന്ന അനിൽ ശർമ്മയാണ് സുരേന്ദ്രന്റെ മൂത്ത സഹോദരൻ. പുറമെ നോക്കുമ്പോൾ വളരെ സാധാരണമായ ഒരു കുടുംബം. അയൽക്കാർക്കും ഈ വീട്ടിൽ ആദ്യ നോട്ടത്തിൽ അസ്വാഭാവികമായി ഒന്നും തോന്നിയിരുന്നില്ല. എന്നാൽ ഈ സാധാരണ ജീവിതത്തിന് പിന്നിൽ ആ കുടുംബത്തെ ഉള്ളിൽ നിന്നും കാർന്നു തിന്നുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ടായിരുന്നു. സുരേന്ദ്രൻ കഴിഞ്ഞ കുറച്ചു കാലമായി ജോലിയില്ലാതെ നടക്കുകയായിരുന്നു. ഇടയ്ക്ക് 1.5 മാസത്തോളം ഡെലിവറി ബോയായി ജോലി നോക്കിയെങ്കിലും അമിതമായ മദ്യപാനം കാരണം ആ ജോലിയും നഷ്ടപ്പെട്ടു. 2017 ഒരു ട്രക്ക് മോഷണ കേസുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രന്റെ പേരിൽ പോലീസ് കേസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന്റെ റെക്കോർഡുകളിൽ സുരേന്ദ്രന്റെ പേര് മുൻപേ ഉള്ളതാണ്. ആ കേസിന്റെ വിധി എന്തായി എന്നത് അവിടെ നിൽക്കട്ടെ. എങ്കിലും സിക്കന്ദർ പോലീസിന് സുരേന്ദ്ര ശർമ്മ എന്ന പേര് ഒട്ടും അപരിചിതമായിരുന്നില്ല. മരണപ്പെട്ട പിതാവിന് ലഭിച്ചിരുന്ന 32,000 രൂപയുടെ പെൻഷൻ കൊണ്ടാണ് ഈ കുടുംബം പ്രധാനമായി മുന്നോട്ട് പോയിരുന്നത്. ഈ പെൻഷൻ പൈസ ഉപയോഗിച്ചുള്ള സുരേന്ദ്രന്റെ മദ്യപാനത്തെ ചൊല്ലി വീട്ടിലെപ്പോഴും വഴക്കുകൾ പതിവായിരുന്നു. മദ്യപിച്ചു വന്ന് സുരേന്ദ്രൻ പലപ്പോഴും റൂബിയെ ക്രൂരമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നു. ഈ വീട്ടിൽ എപ്പോഴും വഴക്കാണെന്ന കാര്യം നാട്ടുകാർക്കും അറിയാമായിരുന്നു. എന്നാൽ ആരെങ്കിലും ഇത് തടയാൻ ചെന്നാൽ ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണെന്നും പറഞ്ഞ് സുരേന്ദ്രനും റൂബിയും ചേർന്ന് അവരെ പുറത്താക്കുകയായിരുന്നു പതിവ്. ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. എന്നാൽ വരും ദിവസങ്ങളിൽ ഈ വീട്ടിലെ ബാത്റൂമാണ് ഈ കേസിന്റെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു ലൊക്കേഷനായി മാറാൻ പോകുന്നതെന്ന് അന്ന് ആരും ചിന്തിച്ചിട്ടുണ്ടാകില്ല. സമയം അതിന്റെ വഴിക്ക് പോയിക്കൊണ്ടിരുന്നു. വീട്ടിലെല്ലാം സാധാരണ പോലെയായിരുന്നു. എന്നാൽ 2026 മെയ് മാസം 18 ആ രാവിലെ ആഗ്രയിലെ ഈ കുടുംബത്തിലെ എല്ലാം മാറി മറിഞ്ഞു. അന്നേ ദിവസമാണ് 44 വയസ്സുകാരനായ സുരേന്ദ്രകുമാർ ശർമ്മയെ പെട്ടെന്ന് നിഗൂഢമായ സാഹചര്യത്തിൽ കാണാതാകുന്നത്. തുടക്കത്തിൽ ആർക്കും വലിയ സംശയമൊന്നും തോന്നിയില്ല. കാരണം ജോലിയില്ലാത്തത് കൊണ്ടും മദ്യപാന ശീലമുള്ളത് കൊണ്ടും ആരോടും പറയാതെ 1-2 ദിവസത്തേക്ക് സുരേന്ദ്രൻ മാറി നിൽക്കുന്നത് പതിവായിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹം തിരിച്ചു വരാതിരുന്നതോടെ കുടുംബത്തിന്റെ ആശങ്ക വർദ്ധിച്ചു. സുരേന്ദ്രന്റെ മൊബൈൽ ഫോൺ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് കണ്ടപ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ ഗൗരവമുള്ളതാണെന്ന് മനസ്സിലായത്. ഈ സമയത്തെല്ലാം ഭാര്യ റൂബി ശർമ്മ വലിയ വിഷമത്തിലായിരുന്നു. അവൾ അയൽക്കാരുടെ മുന്നിലിരുന്ന് കരയുകയും കാണുന്നവരോടെല്ലാം സുരേന്ദ്രനെ കുറിച്ച് ചോദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. സുരേന്ദ്രൻ വീട്ടിൽ നിന്നും 3000 രൂപയും എടുത്താണ് പോയതെന്ന ഒരൊറ്റ കാര്യം മാത്രമാണ് അവൾ എല്ലാവരോടും ആവർത്തിച്ചു പറഞ്ഞത്. എന്നാൽ ഈ സംഭവങ്ങൾക്കിടയിൽ നാട്ടുകാർക്ക് വളരെ അസ്വാഭാവികമായി തോന്നിയ ഒരു കാര്യമുണ്ടായിരുന്നു.
സുരേന്ദ്ര ശർമ്മയെ കാണാതാകുന്നതിന് തൊട്ടു മുൻപ് റൂബി ശർമ്മയുടെ ഭർതൃ സഹോദരൻ വന്ന് സുരേന്ദ്രന്റെ അമ്മയെയും 2 പെൺമക്കളെയും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു. അതായത് സുരേന്ദ്ര ശർമ്മയെ കാണാതാകുന്നതിന് തൊട്ടു മുൻപ് റൂബിയുടെ ഭർതൃ സഹോദരൻ വന്ന് അവരുടെ അമ്മായിയമ്മയെയും 2 പെൺമക്കളെയും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു. എന്തായാലും ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഒരാഴ്ച കഴിഞ്ഞിട്ടും സുരേന്ദ്രനെ കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല. ഒടുവിൽ 2026 മെയ് 26-ന് റൂബി ശർമ്മ തന്നെ നേരിട്ട് സിക്കന്ദർ പോലീസ് സ്റ്റേഷനിലെത്തി ഭർത്താവിനെ കാണാനില്ല എന്ന് പരാതി നൽകി. പരാതി ലഭിച്ചതോടെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അവർ സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ബന്ധപ്പെടുകയും ചെയ്തു. സുരേന്ദ്രൻ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും അവർ തിരച്ചിൽ നടത്തി. ഈ സമയത്തെല്ലാം റൂബി പോലീസുമായി നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണോ, വിവരങ്ങൾ സ്ഥിരീകരിക്കാനോ പോലീസ് പോകുമ്പോഴെല്ലാം അവളും കൂടെ ചെന്നു. എങ്ങനെയെങ്കിലും ഭർത്താവിനെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയോടെ അവൾ പോലീസ് സ്റ്റേഷനിലും പരിസരങ്ങളിലും നിരന്തരം കയറിയിറങ്ങി. എന്നാൽ അന്വേഷണം മുന്നോട്ടു പോകുന്നതിന് പകരം എവിടെയോ വന്ന് തടസ്സപ്പെട്ടു. CCTVകളിൽ നിന്നും കോൾ റെക്കോർഡുകളിൽ നിന്നും പോലീസിന് കാര്യമായ സൂചനകളൊന്നും ലഭിച്ചില്ല. ചോദ്യം ചെയ്തവരിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ കിട്ടിയില്ല. ഇതിനോടകം ഏതാണ്ട് 45 ദിവസങ്ങൾ കടന്നുപോയി കഴിഞ്ഞിരുന്നു. ഈ ദിവസങ്ങൾക്കിടയിൽ സുരേന്ദ്രന്റെ ജ്യേഷ്ഠനായ അനീഷ് ശർമ്മ റൂബിയോട് പലതവണ ചോദിച്ചിരുന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് പറയൂ, അദ്ദേഹം നിങ്ങളുമായി വഴക്കിട്ടിട്ടാണോ പോയത്, ഇങ്ങനെയൊക്കെ. എന്നാൽ റൂബി അദ്ദേഹത്തോട് യാതൊരു വിവരവും പങ്കുവച്ചില്ല. അങ്ങനെയിരിക്കെ പഴയൊരു കേസിന്റെ ആവശ്യത്തിനായി പോലീസിന് സിക്കന്ദ്രയിലെ സുരേന്ദ്ര ശർമ്മയുടെ ഈ വീട്ടിലേക്ക് വരേണ്ടി വന്നു. അവിടെ വന്ന് ചില കാര്യങ്ങൾ ചോദിച്ചറിയണമായിരുന്നു. അവിടെ എത്തുമ്പോൾ ഈ കൊലപാതക കേസ് തെളിയിക്കുക എന്നതൊന്നും പോലീസിന്റെ ഒരു ലക്ഷ്യമേ ആയിരുന്നില്ല. 2017-ൽ സുരേന്ദ്രന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരുന്ന ആ പഴയ ട്രക്ക് മോഷണ കേസിന്റെ വെരിഫിക്കേഷന് വേണ്ടിയാണ് പോലീസ് അവിടെ എത്തിയത്. എന്നാൽ പോലീസിന്റെ ആ സാധാരണ വരവ് റൂബി പ്ലാൻ ചെയ്ത പെർഫെക്റ്റ് ക്രൈമിന്റെ അടിത്തറ ഇളക്കുന്നതായിരുന്നു. റെക്കോർഡുകൾക്കായി റൂബിയുടെ ചില ഫോട്ടോകൾ എടുക്കാൻ പോലീസ് തുടങ്ങി. ഈ സമയം അവൾ ഭയങ്കരമായി പരിഭ്രാന്തയായി. അവളുടെ മുഖത്തെ നിറം മങ്ങുകയും അവളുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികമായ അസ്വസ്ഥതയും ഭയവും പ്രകടമാവുകയും ചെയ്തു. ഇത് കണ്ട ഓഫീസർക്ക് എന്തോ സംശയം തോന്നി. അതുവരെ വീടിന് പുറത്ത് സുരേന്ദ്രനെ തിരഞ്ഞു നടന്ന അന്വേഷണം അതോടെ പതിയെ വീടിനുള്ളിലേക്ക് കേന്ദ്രീകരിക്കാൻ തുടങ്ങി. പോലീസ് വീട് മുഴുവനും വളരെ സൂക്ഷ്മമായി പരിശോധിക്കാൻ ആരംഭിച്ചു. ഓരോ മുറിയും അവർ കൃത്യമായി നിരീക്ഷിച്ചു. കുടുംബാംഗങ്ങളുടെ മൊഴി വീണ്ടും പ്രത്യേകം രേഖപ്പെടുത്തുകയും മുൻപ് നൽകിയ മൊഴികളുമായി അവ ഒത്തുനോക്കുകയും ചെയ്തു. ആ സമയത്താണ് റൂബി ഇപ്പോൾ നൽകുന്ന മറുപടികൾ അവളുടെ പഴയ മൊഴികളുമായി ഒട്ടും പൊരുത്തപ്പെടുന്നില്ല എന്ന് ഓഫീസർക്ക് മനസ്സിലായത്. മറുഭാഗത്ത് സുരേന്ദ്രന്റെ ജ്യേഷ്ഠനായ അനിൽ ശർമ്മ മുൻപ് ആരും ശ്രദ്ധിക്കാതിരുന്ന ഒരു പ്രധാന കാര്യത്തിലേക്ക് പോലീസിന്റെ ശ്രദ്ധ തിരിച്ചുവിട്ടു. സുരേന്ദ്രനെ കാണാതായി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീടിന്റെ ബാത്റൂമിൽ പെട്ടെന്ന് പുതിയ പ്ലാസ്റ്ററിംഗ് നടത്തിയതായി താൻ കണ്ടിരുന്നുവെന്ന് അദ്ദേഹം പോലീസിനോട് പറഞ്ഞു. ഇതുകൂടാതെ അന്വേഷണത്തിനിടയിൽ പോലീസും അനിൽ ശർമ്മയും സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചു. അന്തരിച്ച പിതാവ് രാധേശ്യാമിന്റെ പേരിലുണ്ടായിരുന്ന 32,000 രൂപയുടെ പെൻഷൻ തുകയായിരുന്നു ആ കുടുംബത്തിന്റെ വരുമാനം. ജൂൺ മാസത്തിലെ പെൻഷൻ തുകയുടെ പങ്ക് നൽകാൻ റൂബി വിസമ്മതിക്കുകയും പെൻഷൻ തുക വന്നിട്ടില്ല എന്ന് കള്ളം പറയുകയും ചെയ്തപ്പോഴാണ് അനിലിന് സംശയം തോന്നിയത്. തുടർന്ന് അദ്ദേഹം ഭരത്പൂരിലെ ബാങ്കിൽ ചെന്ന് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന ഒരു സത്യം പുറത്തു വന്നു. സുരേന്ദ്രനെ കാണാതായതിനു ശേഷവും അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് ATM വഴിയും PayTM വഴിയും പണം പിൻവലിക്കുന്നുണ്ടായിരുന്നു. ATM കാർഡ് എപ്പോഴും സുരേന്ദ്രന്റെ കയ്യിലാണ് ഉണ്ടാകാറുള്ളത്. അദ്ദേഹം കാണാതായിട്ടും ട്രാൻസാക്ഷനുകൾ നടക്കുന്നതും റൂബി അതിനെക്കുറിച്ച് കള്ളം പറയുന്നതും അവൾ ഒരു വലിയ രഹസ്യം ഒളിപ്പിക്കുന്നുണ്ടെന്ന കാര്യം ഉറപ്പിച്ചു. അനിൽ ശർമ്മ ഈ സംശയാസ്പദമായ ATM ഇടപാടുകളെ കുറിച്ച് പോലീസിനെ അറിയിച്ചു. അതിനുശേഷം അനിൽ റൂബിക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി. നീ സത്യം എന്താണെന്ന് പറയുകയാണെങ്കിൽ, അദ്ദേഹം വഴക്കിട്ട് പോയതാണെങ്കിൽ അത് വ്യക്തമാക്കൂ, കുടുംബം നിന്നെ സഹായിക്കും, നിന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം അവൾക്ക് ഉറപ്പ് നൽകി. പോലീസിനോടുള്ള ഭയവും ഒപ്പം ഈയൊരു ഉറപ്പും കാരണം കഴിഞ്ഞ 45 ദിവസങ്ങളായി മനസ്സിൽ ചുമന്നിരുന്ന കള്ളത്തിന്റെ ആ വലിയ ഭാരം താങ്ങാനാകാതെ ആ സ്ത്രീ ഒടുവിൽ തകർന്നുപോയി. 2026 ജൂലൈ 3-ന് രാവിലെ ഏകദേശം 6 മണിയോടെ റൂബി തന്നെ നേരിട്ട് അനിലിനെ ഫോണിൽ വിളിച്ച് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. അനിൽ അവിടെ എത്തിയപ്പോൾ റൂബിയുടെ നാവിൽ നിന്നും പുറത്തു വന്നത് കേട്ടവരുടെ എല്ലാം പാദത്തിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്ന തരത്തിലുള്ള ഭയപ്പെടുത്തുന്ന ഒരു രഹസ്യമായിരുന്നു. അവൾ വളരെ ശാന്തമായി പറഞ്ഞു, സുരേന്ദ്രൻ എങ്ങും പോയിട്ടില്ല, അദ്ദേഹം ഈ വീട്ടിൽ തന്നെയുണ്ട്, ബാത്റൂമിൽ. ഇത് കേട്ടതും പരിഭ്രാന്തനായ അനിൽ ബാത്റൂമിലേക്ക് ഓടിപ്പോയി നോക്കിയെങ്കിലും അവിടെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ റൂബി തികച്ചും തണുത്ത ശബ്ദത്തിൽ ആ സത്യം വെളിപ്പെടുത്തി. അദ്ദേഹം ആ ബാത്റൂമിന്റെ തറയ്ക്കടിയിൽ 2 അടി താഴ്ചയിലാണ് ദാ ഇവിടെ കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്നത്.
ഇത് കേട്ടതും അനിൽ പൂർണ്ണമായും തകർന്നുപോയി. അദ്ദേഹത്തിന്റെ ബോധം നഷ്ടപ്പെട്ടു. എങ്കിലും എങ്ങനെയൊക്കെയോ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അദ്ദേഹം ഉടൻ തന്നെ സിക്കന്ദ്ര പോലീസിനെ വിളിച്ച് വിവരം അറിയിച്ചു. അധികം വൈകാതെ പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് ടീമും തൊഴിലാളികളുമായി ആ വീട്ടിലെത്തി. അടുത്തിടെ പ്ലാസ്റ്റർ ചെയ്ത ബാത്റൂമിന്റെ ഭാഗം പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തെളിവായിരുന്നു. ഉഴിയും ചുറ്റികയും എല്ലാം ഉപയോഗിച്ച് കോൺക്രീറ്റിന്റെ ബലമുള്ള പാളി നീക്കം ചെയ്തതോടെ ആ വീട് മുഴുവനും അസഹ്യമായ ദുർഗന്ധം നിറഞ്ഞു. തറയ്ക്കടിയിൽ സുരേന്ദ്ര ശർമ്മയുടെ അഴുകിയ അസ്ഥിക്കുടം കണ്ടെടുത്തു. ലോകം മുഴുവനും പുറത്ത് തിരഞ്ഞുകൊണ്ടിരുന്ന ആ ഭർത്താവിന്റെ മൃതദേഹം സ്വന്തം വീടിന്റെ ബാത്റൂമിലെ തറയ്ക്കടിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും ഭയാനകമായ കാര്യം എന്താണെന്നോ, 45 ദിവസത്തോളം റൂബി ആ വീട്ടിൽ തന്നെ താമസിച്ചുവെന്ന് മാത്രമല്ല, സ്വന്തം ഭർത്താവിന്റെ മൃതദേഹം മറവ് ചെയ്ത അതേ ബാത്റൂം യാതൊരു കൂസലുമില്ലാതെ അവൾ ദിവസവും ഉപയോഗിക്കുകയും ചെയ്തു. പോലീസ് ഉടൻ തന്നെ മൃതദേഹം കസ്റ്റഡിയിലെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു. ഒപ്പം റൂബിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കൃത്യമായി എന്താണ് നടന്നത് എന്ന് പോലീസ് അന്വേഷിക്കാൻ തുടങ്ങി. ഇനി എങ്ങനെയാണ് ഈ ക്രൂരമായ കൃത്യം നടന്നതെന്ന് നോക്കാം. 2026 മെയ് 18 ആ രാവിലെ റൂബി തന്റെ പ്ലാൻ തുടങ്ങുന്നത് ഭർത്തൃ സഹോദരൻ അനിലിനെ വിളിച്ചുകൊണ്ടാണ്. 2017 ട്രക്ക് മോഷണ കേസ് അന്വേഷിക്കാൻ പോലീസ് വീട്ടിൽ വരുമെന്നും അതിനാൽ അമ്മയെയും മക്കളെയും അനിൽ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നും അവൾ ആവശ്യപ്പെട്ടു. അനിൽ അത് വിശ്വസിക്കുകയും അമ്മയെയും മക്കളെയും കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. വീട്ടിൽ റൂബിയും സുരേന്ദ്രനും മാത്രം. സുരേന്ദ്രന് പായസം വളരെ ഇഷ്ടമായിരുന്നു. അന്ന് രാത്രി റൂബി തയ്യാറാക്കിയ പായസത്തിൽ 2 ഡസനോളം ഉറക്ക ഗുളികകൾ പൊടിച്ചു ചേർത്തു. അത് കഴിച്ച് സുരേന്ദ്രൻ അബോധാവസ്ഥയിലായപ്പോൾ റൂബി അയാളുടെ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തി. അവിടം കൊണ്ടൊന്നും തീർന്നില്ല. പിറ്റേന്ന് രാവിലെ തെളിവ് നശിപ്പിക്കാൻ അവൾ തയ്യാറെടുത്തു. ബാത്റൂമിൽ ഇന്ത്യൻ ടോയ്ലറ്റ് സീറ്റിന് സമീപം 2 അടി താഴ്ചയിൽ കുഴിയെടുത്ത് സുരേന്ദ്രന്റെ മൃതദേഹം അവിടെ മറവ് ചെയ്തു. അതിനുശേഷം മണ്ണും കോൺക്രീറ്റും ഇട്ട് അത് മൂടി. പിന്നീട് ഒരു മേസ്ത്രിയെയും തൊഴിലാളിയെയും വിളിച്ചു വരുത്തി ബാത്റൂം തറ മോശമാണെന്നും അത് ശരിയാക്കണമെന്നും പറഞ്ഞ് പണിയിപ്പിച്ചു. ആ തൊഴിലാളികൾക്ക് തങ്ങൾ ഒരു മനുഷ്യ ശവകുഴിക്കുള്ളിൽ കോൺക്രീറ്റ് ഇടുകയാണെന്ന കാര്യം ഒട്ടും അറിയില്ലായിരുന്നു. ഈ 45 ദിവസവും പുറത്ത് പാവം ഭാര്യയെ അഭിനയിക്കുമ്പോഴും അവൾ ആ ബാത്റൂം ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ആഗ്ര പോലീസ് അന്വേഷിക്കുന്നത് റൂബി ഇത് ഒറ്റയ്ക്കാണോ ചെയ്തത്, അതോ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നാണ്. നിലവിൽ മറ്റൊരു വ്യക്തി ഉൾപ്പെട്ടതായി തെളിവില്ല. റൂബി ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. എങ്കിലും ഒരു സ്ത്രീക്ക് മാത്രം ഇത്രയും വലിയ കൃത്യം ചെയ്യാൻ കഴിയുമോ എന്ന സംശയത്തിൽ പോലീസ് ഓഫീസേഴ്സ് അന്വേഷണം തുടരുകയാണ്. ഇതിന്റെ ഭാഗമായി സുരേന്ദ്രന്റെ പെൺമക്കളായ പ്രാച്ചിയുടെയും സിദ്ധിയുടെയും മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചോദ്യം ചെയ്യലിൽ സുരേന്ദ്രന്റെ മൂത്ത മകൾ പ്രാച്ചി വളരെ സങ്കടകരമായ ഒരു കാര്യം പോലീസിനോട് പറയുകയുണ്ടായി. അവളുടെ മൊഴി അനുസരിച്ച് മെയ് 18 രാവിലെ അവൾ അമ്മൂമ്മയ്ക്കും അനിയത്തിക്കുമൊപ്പം വലിയച്ഛന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് തന്റെ അച്ഛനെ അവൾ അവസാനമായി ആ മുറിയിൽ കിടക്കുന്നത് കണ്ടിരുന്നു. പ്രാച്ചി പറഞ്ഞത് ഇങ്ങനെയാണ്: അച്ഛൻ മുറിയിൽ കിടക്കുകയായിരുന്നു, കാലുകൾ ചെറുതായി അനക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ ഉറങ്ങുകയാണെന്നാണ് ഞാൻ കരുതിയത്. അതുകൊണ്ട് അച്ഛനെ ശല്യം ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. കാരണം സാധാരണ സുരേന്ദ്രൻ മദ്യപിച്ച ശേഷം ഒരുപാട് സമയം നീണ്ടു നിൽക്കുന്ന ഉറക്കം പതിവായിരുന്നു. അതുകൊണ്ടാണ് അച്ഛനെ വിളിക്കാതെ അവൾ അവിടെ നിന്ന് പോയത്. പക്ഷേ തന്റെ അച്ഛനെ താൻ അവസാനമായിട്ടാണ് കാണുന്നതെന്ന് ആ മകൾ അറിഞ്ഞിരുന്നില്ല. ഇനി ഈ സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. പോലീസ് അന്വേഷണത്തിൽ പുറത്തുവരുന്ന വിവരമനുസരിച്ച് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് നിരന്തരമായ ഗാർഹിക പീഡനവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുമാണ്. സുരേന്ദ്രൻ ഒരുപാട് കാലമായി ജോലിയില്ലാതെ നടക്കുകയാണ്. അദ്ദേഹത്തിന്റെ പിതാവിന് ലഭിച്ചിരുന്ന 32,000 രൂപയുടെ പെൻഷൻ തുക കൊണ്ടാണ് ആ വീട് മുന്നോട്ട് പോയത്. എന്നാൽ ആ പൈസ മുഴുവൻ സുരേന്ദ്രൻ മദ്യപിച്ച് തീർക്കുകയായിരുന്നു പതിവ്. സുരേന്ദ്രൻ മദ്യപിച്ചെത്തി റൂബിയുടെ കയ്യിൽ നിന്നും പണം തട്ടിയെടുക്കാറുണ്ടെന്നും അവളെ ക്രൂരമായി മർദ്ദിക്കാറുണ്ടെന്നും ആരോപണമുണ്ട്. വർഷങ്ങളായി താൻ ഈ പീഡനങ്ങളെല്ലാം സഹിക്കുകയാണെന്നും ഒടുവിൽ സഹികെട്ടാണ് ഇങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്തിയതുമെന്നാണ് റൂബി അവകാശപ്പെടുന്നത്. ചുരുക്കത്തിൽ നിരന്തരമായ വഴക്കുകളും ഗാർഹിക പീഡനവുമാണ് റൂബിയെ ഈ ക്രൂരകൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് നിലവിലെ കണ്ടെത്തൽ. എങ്കിലും കേസിൽ ഇപ്പോൾ അന്വേഷണം തുടരുകയാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതിൽ റൂബിക്ക് മാത്രമാണോ പങ്ക്, അതോ ഇതുവരെ പുറത്തു വരാത്ത മറ്റാരെങ്കിലും ഇതിന് പിന്നിലുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റിൽ പറയുക. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമുണ്ട്. ഭർത്താവ് ഉപദ്രവിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ റൂബിക്ക് പോലീസിൽ പരാതിപ്പെടുകയോ അല്ലെങ്കിൽ വിവാഹമോചനം വാങ്ങുകയോ ചെയ്യാമായിരുന്നു. അതിന് പകരം നിയമം കയ്യിലെടുത്ത് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇത്തരം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഏതൊരു വ്യക്തിയോടും, അതാണായാലും പെണ്ണായാലും, എനിക്ക് പറയാനുള്ളത് ഇതാണ്: ദയവായി നിയമപരമായ വഴികൾ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ വിവാഹമോചനം നേടി മാറി താമസിക്കുക. കാരണം നിങ്ങൾ ചെയ്യുന്ന ഇത്തരം തെറ്റായ പ്രവർത്തികൾ നിങ്ങളുടെ ജീവിതം മാത്രമല്ല നശിപ്പിക്കുന്നത്, നിങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ കുടുംബത്തിന്റെ, നിങ്ങളുടെ പാപം മക്കളുടെയൊക്കെ ജീവിതമാണ് തകർത്ത് കളയുന്നത്. അതുകൊണ്ട് ജനങ്ങളിൽ ഒരു അവബോധം ഉണ്ടാകാൻ വേണ്ടി ഈ വീഡിയോ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക.
ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നതിലൂടെ ആർക്കെങ്കിലും നല്ലൊരു ചിന്ത വരികയും ഇത്തരം വലിയ കുറ്റകൃത്യങ്ങളിൽ നിന്നും അവർ പിന്മാറുകയും ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.